നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് ടൂട്ടാ പഹിയ. ഇതൊരു കവിതയാണ്. ഈ കവിത എഴുതിയത് ധർമ്മവീർ ഭാരതി. ഈ പാഠഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ടൂട്ടാ പഹിയ കിസ്കി കവിത ഹേ? ഉത്തർ ധർമ്മവീർ ഭാരതി. टूटा पहिया किस विधा की रचना है? उत्तर कविता. टूटा पहिया किसका प्रतीक है? പൊട്ടിയ ചക്രം എന്തിൻ്റെ പ്രതീകമാണ്? ലഘു ഓർ ഉപേക്ഷിത് മാനവ് കാ. മുझे फेंको मत, यहाँ मैं कौन है? എന്നെ വലിച്ചെറിയരുത്, ഇവിടെ ഞാൻ ആരാണ്? टूटा पहिया. അശോണി സേനാവും കോ കോൺ ചുനൗത്തി ദേത്താ രഹാ? അശോണി സേനകളെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്നത് ആരാണ്? ഉത്തർ അഭിമന്യു. ലോഹ ലേന കാ അർത്ഥ ക്യാ ഹേ? ലോഹ ലേനയുടെ അർത്ഥം എന്താണ്? സാംന കർണ. ഇസ് കവിത സെ ഹം ക്യാ സമജ് സക്തേ ഹേ? ഈ കവിതയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? തുച്ഛ സി ലഗ്നെ വാലി വസ്തു ഭി സാന്ത്വന ദേനെ മേ സമർത്ഥ ഹോ ജായേഗി. തുച്ഛമെന്ന് കരുതുന്ന വസ്തു പോലും സാന്ത്വനം നൽകാൻ സമർത്ഥമായിരിക്കും. അഭിമന്യു കിസ്കാ പ്രതീക് ഹേ? അഭിമന്യു ആരുടെ പ്രതീകമാണ്? ഉത്തർ അധർമ്മക്ക് വിരുദ്ധ അക്കേലെ ലഡ്നെ വാലെ വ്യക്തി. അധർമ്മത്തിന് വിരുദ്ധമായിട്ട് ഒറ്റയ്ക്ക് പോരാടുന്ന വ്യക്തി. അഭിമന്യു കോ ദുസ്സാഹസി ക്യോं കഹാ ഗയാ ഹേ? അഭിമന്യുവിനെ ദുസ്സാഹസി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഉത്തർ കേവൽ 16 साल का लड़का अभिमन्यु कौरव पक्ष के बड़े बड़े महारथियों से लोहा लेने को तैयार हो जाता है. കേവലം 16 വയസ്സ് മാത്രം പ്രായമുള്ള അഭിമന്യു കൗരവപക്ഷത്തെ വലിയ വലിയ മഹാരഥന്മാരോട് യുദ്ധം ചെയ്യാൻ തയ്യാറാക്കുന്നു. ഇസ്ലിയെ ഉസേ ദുസ്സാഹസി കഹാ ഗയാ ഹേ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ദുസ്സാഹസി എന്ന് പറയുന്നത്. അക്കേലി നിഹത്തി ആവാസ് കിസ്കാ വിശേഷൻ ഹേ? ഏകനും നിരായുധനുമായവൻ്റെ ശബ്ദത്തെ എന്തിനോടാണ് വിശേഷിപ്പിക്കുന്നത്? ഉത്തർ അധർമ്മക്ക് വിരുദ്ധ അക്കേലെ ലഡനെ വാലെ വ്യക്തി. അധർമ്മത്തിന് വിരുദ്ധമായിട്ട് ഒറ്റയ്ക്ക് പോരാടുന്ന വ്യക്തി. അപ്നെ പക്ഷ് കോ അസത്യ ജാനത്തെ ഹുയേ ഭി യഹ് കിസ്കെ ബാരെ മേ കഹാ ഗയാ ഹേ? സ്വന്തം പക്ഷത്ത് അസത്യമാണെന്ന് അറിഞ്ഞിട്ടും ഇത് ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? കൗരവ് പക്ഷക്കെ മഹാരഥിയോങ്കെ ബാരേമേ. കൗരവ് പക്ഷത്തെ മഹാരഥന്മാരെ കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ടൂട്ടാ പഹിയാമേ ടൂട്ടാ ശബ്ദ്. ടൂട്ടാ പഹിയയിൽ ടൂട്ട എന്ന വാക്ക് വിശേഷൻ ഹേ, വിശേഷി ഹേ, സംഖ്യ ഹേ? ഉത്തർ വിശേഷൻ ഹേ. പൊട്ടിയ ചക്രം എന്നതിൽ പൊട്ടിയ എന്ന വാക്ക് വിശേഷണമാണ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇത് കവിതയിൽ നിന്നും ഫസ്റ്റ് വരുന്ന ഏതാനും ലൈൻസ് ആണ്. മേ രത്ത് കാ ടൂട്ടാ ഹുവാ പഹിയ ഹൂം ലേക്കിൻ മുझे फेंको मत, क्या जाने कब इस दुरूह चक्रव्यूह में अशोहनी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाए. ഈ വരികൾ കൊടുത്തിട്ട് ഇതിൻ്റെ താഴെയായിട്ട് ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. നമുക്ക് എക്സാമിനും ഈ ഒരു രീതിയിലായിരിക്കുമല്ലോ ചോദ്യം വരുന്നത്. യഹാം മേ കാ പ്രയോഗ് കിസ്കെ ലിയേ കിയാ ഗയാ ഹേ? ഇവിടെ മേ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ആരെയാണ്? ഉത്തർ ടൂട്ടാ പഹിയ, പൊട്ടിയ ചക്രത്തെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: അഭിമന്യു കിസ്കാ പ്രതീക് ഹേ? അഭിമന്യു എന്തിൻ്റെ പ്രതീകമാണ്? ഉത്തർ സാഹസി യുവപീढ़ी का प्रतीक है. അടുത്ത ക്വസ്റ്റ്യൻ: ചക്ര का समानार्थ शब्द क्या है? पहिया. उत्तर पहिया. अभिमन्यु को किसने चुनौती दी? उत्तर अशोनी सेना ने. चक्रव्यूह कैसा है? उत्तर दुरूह. അടുത്ത ക്വസ്റ്റ്യൻ: ഇവിടെ തന്നിരിക്കുന്ന വരികളുടെ ആശയം എഴുതാനാണ്. ആശയം എഴുതുമ്പോൾ ആദ്യം കവി പരിചയം കൊടുക്കണം. ये पंक्तियाँ हिंदी के महान कवि श्री धर्मवीर भारत की टूटा पहिया नामक कविता से ली गई है. ഈ വരികൾ ഹിന്ദിയുടെ കവിയായ ശ്രീ ധർമ്മവീർ ഭാരതിയുടെ ടൂട്ടാ പഹിയ എന്ന പേരായ കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്.
യഹാം കവി കാ കഹന ഹെ കി കിസി കോ ബി തുച്ഛ സമജ്കർ ഉപേക്ഷ മത് കറോ. ഇവിടെ കവി പറയുന്നത് ഒന്നിനെയും നിസാരമെന്ന് കരുതി ഉപേക്ഷിക്കരുത് എന്നാണ്. രഥ് കാ ടൂട്ടാ ഹുവാ പഹിയ ഖൽത്താ ഹെ, മേം രഥ് കാ ടൂട്ടാ ഹുവാ പഹിയ ഹും. രഥത്തിൻ്റെ പൊട്ടിയ ചക്രം പറയുകയാണ്, ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ലേക്കിൻ മുझे തുച്ഛ സമജ്കർ മത് ഫീങ്കോ, എന്നാൽ എന്നെ നിസാരമെന്ന് കരുതി വലിച്ചെറിയരുത്. ക്യോंकि इस दुरूह चक्रव्यूह में अश्वनी सेनाओं को चुनौती देता हुआ कोई दुस्साहसी अभिमन्यु आकर गिर जाएगा. എന്തെന്നാൽ ഈ ദുരൂഹമായ ചക്രവ്യൂഹത്തിലേക്ക് അശ്വനി സേനകൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ദുസ്സാഹസികനായ അഭിമന്യു വന്നു കുടുങ്ങില്ല എന്ന് എങ്ങനെ അറിയാം. തബ് മേ ഹി ഉസ്കാ സഹാര ബൻ സക്താ ഹും, അപ്പോൾ എനിക്ക് അദ്ദേഹത്തിന് സഹായകമാകാൻ സാധിക്കും. അടുത്തത് ഈ കവിതയിൽ നിന്ന് വരുന്ന അടുത്ത ലൈൻസാണിത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. अपने पक्ष को असत्य जानते हुए भी बड़े बड़े महारथी अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रों से कुचल देना चाहे, तब मैं रथ का टूटा हुआ पहिया उसके हाथों में ब्रह्मास्त्रों से लोहा ले सकता हूँ. ഈ വരികൾ തന്നിട്ട് അതിൻ്റെ അടിയിൽ ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജൂട്ട് അർത്ഥവാല ശബ്ദ് കവിതാംശ സെ പഹചാൻ കർ ലിഖേ. ജൂട്ട് എന്ന് അർത്ഥം വരുന്ന വാക്ക് കവിതയിൽ നിന്ന് മനസ്സിലാക്കി എഴുതാം. ഉത്തർ അസത്യ. അടുത്ത ക്വസ്റ്റ്യൻ, മഹാരഥി ശബ്ദ കാ വിശേഷൺ കവിതാംശ സെ ലിഖേ. മഹാരഥി എന്ന വാക്കിൻ്റെ വിശേഷണ ശബ്ദം കവിതയിൽ നിന്ന് എടുത്തെഴുതാം. ഉത്തർ ബഡേ ബഡേ. മഹാരഥിയെ വിശേഷിപ്പിക്കുന്നത് ബഡേ ബഡേ എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കുചൽ ദേനെ കാ മത്ലബ് ക്യാ ഹെ. ചവിട്ടി മെതിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്. ഉത്തർ ധർമ്മ ന്യായ് और सत्य के पक्ष वाले व्यक्ति के कथन को मजबूरन रोकने का प्रयत्न करना. ധർമ്മവും ന്യായവും സത്യവും പക്ഷത്തുള്ള വ്യക്തികളുടെ വാക്കുകളെ നിർബന്ധിതമായിട്ടും തടയാൻ ശ്രമിക്കുക എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അസത്യ ഉപസർഗ് ചോടുകർ വിലോം ശബ്ദ ബനായേ. അസത്യം എന്നതിൻ്റെ ഉപസർഗം കളഞ്ഞിട്ട് അതിൻ്റെ വിലോം ശബ്ദം ഉണ്ടാക്കാം. ഉത്തർ സത്യ. അസത്യൻ്റെ വിലോം ശബ്ദ സത്യ. അപ്ന വിലോം ശബ്ദ ക്യാ ഹെ. അപ്ന അർത്ഥം സ്വന്തം, അതിൻ്റെ വിലോം ശബ്ദ പരായ. പരായ അർത്ഥം അന്യൻ്റെ, മറ്റൊരാളുടെ. അടുത്ത ക്വസ്റ്റ്യൻ, अकेली निहत्ती आवाज़ को यहाँ आवाज़ के बदले शब्द का प्रयोग करके वाक्यांश का पुनर्लेखन करें. ഏകനും നിരായുധനുമായവൻ്റെ ശബ്ദം. ഇവിടെ ആവാസ് ശബ്ദത്തിന് ബദലെ പകരം ശബ്ദ കാ പ്രयोग करके ശബ്ദം എന്ന് പ്രയോഗിച്ചുകൊണ്ട് വാക്യാംശ കാ പുനർലേഖൻ കരേം, വാക്യത്തെ മാറ്റിയെഴുതാം. ഉത്തർ അക്കേലി നിഹത്ത ശബ്ദ കോ. അടുത്ത ക്വസ്റ്റ്യൻ, വർത്തമാൻ പ്രസംഗ മേ മഹാരഥി കിസ്കാ പ്രതീക ഹോ സക്താ ഹെ. ഇന്നത്തെ സന്ദർഭത്തിൽ മഹാരഥി എന്തിൻ്റെ പ്രതീകമാണ്. ഉത്തർ ശോഷൺ വർഗ കാ. ചൂഷണം ചെയ്യുന്ന വർഗത്തിൻ്റെ പ്രതീകമാണ് മഹാരഥി. അടുത്ത ക്വസ്റ്റ്യൻ, ടൂട്ടാ പഹിയ ബ്രഹ്മാസ്ത്രം സെ ലോഹ ലേ സക്താ ഹെ കബ്. उत्तर जब बड़े बड़े महारथी अकेली निहत्ती आवाज़ को अपने ब्रह्मास्त्रम से कुचल देना चाहे, तब टूटा पहिया ബ്രഹ്മാസ്ത്രം സെ ലോഹ ലേ സക്താ ഹെ. എപ്പോഴാണോ വലിയ വലിയ മഹാരഥന്മാർ നിരായുധനും ഒറ്റയ്ക്കുമായവൻ്റെ ശബ്ദത്തെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് ചവിട്ടി മെതിക്കാൻ ശ്രമിക്കുന്നത്, ആ സമയത്താണ് ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം ബ്രഹ്മാസ്ത്രങ്ങളുമായിട്ട് യുദ്ധം ചെയ്യുന്നത്. അടുത്തത് ഇവിടെ തന്നിരിക്കുന്ന ഓരോന്നും എന്തിൻ്റെ എല്ലാം പ്രതീകമാണെന്ന് നോക്കാം. ടൂട്ടാ പഹിയ ലഘു മാനവ് മാനവീയ മൂല്യ. അഭിമന്യു ശോഷിത സമാജ് ആം ജനത യുവ പീढ़ी. ചക്രവ്യൂഹ് जीवन की विषमताओं जीवन संघर्ष. ब्रह्मास्त्र शक्ति अधिकार शासक वर्ग के अधिकार के दुरुपयोग. महारथी असत्य और अधर्म. അടുത്തത് സമാനാർത്ഥ ശബ്ദം. ഈ കവിതയിൽ വരുന്ന വാക്കുകളുടെ സമാനാർത്ഥ ശബ്ദം, സെയിം മീനിങ് നോക്കാം. ജൂട്ട് അസത്യ, അചാനക് സഹസ, നിരായുധ നിഹത്തി, സഹാര ആശ്രയ, ചക്ര पहिया, शब्द आवाज़, सामना करना लोहा लेना, शत्रु का सर्वनाश कुचल देना.
അടുത്തത് ടൂട്ടാപ്പഹിയ കവിതയുടെ ആസ്വാദന ടിപ്പണി നോക്കാം. ടൂട്ടാപ്പഹിയ ധർമ്മവീർ ഭാരതി की कविता है. टूटापहिया धर्मवीर भारतीയുടെ കവിതയാണ്. यह कविता महाभारत युद्ध के प्रसंग को आधार बनाकर लिखी गई है. ഈ കവിത മഹാഭാരത യുദ്ധത്തിൻ്റെ സന്ദർഭത്തെ ആധാരമാക്കി എഴുതിയിട്ടുള്ളതാണ്. अभिमन्यु ने चक्रव्यूह को भेद कर उसमें फंस जाता है. अभिमन्यु चक्रव्यूहം ഭേദിച്ച് അതിൽ കുടുങ്ങുന്നു. कौरव पक्ष के सभी महायोद्धा एक साथ मिलकर अभिमन्यु पर आक्रमण करते हैं. कौरव പക്ഷത്തെ എല്ലാ മഹായോദ്ധാക്കന്മാരും ഒരുമിച്ച് നിന്നിട്ട് അഭിമന്യുവിനെ ആക്രമിക്കുന്നു. उनके रथ के टूटे पहिए को हथियार बनाया. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പൊട്ടിയ ചക്രം അദ്ദേഹത്തിന് ആയുധമായി. इस टूटे पहिए की सहायता से उन्होंने अधार्मिक शक्तियों का सामना किया. ഈ പൊട്ടിയ ചക്രത്തിൻ്റെ സഹായത്തോടെ അദ്ദേഹം അധാർമിക ശക്തികളോട് പോരാടി. टूटा पहिया മാനവീയ മൂല്യം का प्रतीक है. പൊട്ടിയ ചക്രം മാനവീയ മൂല്യത്തിൻ്റെ പ്രതീകമാണ്. അഭിമന്യു ശോഷിത ജനതാ का प्रतीक. അഭിമന്യു ചൂഷണം ചെയ്യപ്പെട്ട ജനങ്ങളുടെ പ്രതീകവും. जिस प्रकार अभिमन्यु ने टूटे पहियों की सहायता से कौरव का सामना किया, उसी प्रकार साधारण जनता मानवीय मूल्यों से अधार्मिक शक्तियों का सामना करना चाहिए. എപ്രകാരമാണ് അഭിമന്യു പൊട്ടിയ ചക്രത്തിൻ്റെ സഹായത്തോടെ കൗരവരെ നേരിട്ടത്, അപ്രകാരം സാധാരണ ജനങ്ങൾ മാനുഷിക മൂല്യങ്ങൾ കൊണ്ട് അധാർമിക ശക്തികളെ നേരിടണം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഫോക്കസ് ഏരിയയിൽ തന്നിട്ടുള്ള മറ്റുള്ള ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോ അടുത്ത ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.